ഹായ്, സ്റ്റുഡൻസ് സ്ഥിരമായി ചോദിക്കാറുള്ള കുറച്ച് ഡൗട്ട്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നത്. സ്ഥിരമായി കുട്ടികൾ ചോദിക്കാറുള്ള, അതായത് ആദ്യമായിട്ട് PT എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ, ചിലപ്പോൾ യൂട്യൂബ് മാത്രം കണ്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾ ചോദിക്കാറുള്ള ഫസ്റ്റ് ഡൗട്ട് എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഈ ഓഡിയോസ് എത്ര തവണ കേൾക്കാൻ പറ്റും? സ്പീക്കിങ്ങിലെ ആണെങ്കിലും ലിസണിങ്ങിലെ ആണെങ്കിലും ഓഡിയോസ് എല്ലാം നമുക്ക് ഒരു തവണ മാത്രമേ കേൾക്കാൻ പറ്റൂ, ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കത്തില്ല. രണ്ടാമത്തെ സംശയം എന്ന് വെച്ചാൽ, കുട്ടികൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൻ്റെ അകത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും ഓരോ ടാസ്കിനും ഇങ്ങനെ ഫ്രണ്ടിൽ ഹെഡിങ് കിടക്കും. ഫോർ എക്സാമ്പിൾ റീറ്റെയിൽ ലെക്ചർ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രൈബ് ഇമേജ് ഒക്കെ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു ഡിസ്ക്രൈബ് ഇമേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് കാണിക്കും, ഹെഡിങ് കാണിക്കും, ഫാമിലി മീൽ അല്ലെങ്കിൽ ബിസി സ്ട്രീറ്റ് അല്ലെങ്കിൽ ബുക്ക് സ്റ്റോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡിങ് അവിടെ ഉണ്ടാവും. സോ അതേപോലെ ആ ഹെഡിങ് നമുക്ക് എക്സാമിന് ഉണ്ടാകുമോ എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട്. അത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൽ മാത്രമാണ് അങ്ങനെ കാണിക്കുന്നത്. എക്സാമിനും ഹെഡിങ് ഒന്നും ഉണ്ടാവത്തില്ല. ഓരോ ക്വസ്റ്റ്യനും കഴിഞ്ഞ് നെക്സ്റ്റ് അടിച്ച് പോവുകയായിരിക്കും ചെയ്യുന്നത്. പിന്നെ ചോദിക്കുന്ന ഒരു സംശയമാണ്, എസ്സേ അല്ലെങ്കിൽ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ സമയം തീർന്നു പോയാൽ അത് ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ആവുമോ, അതോ അത് ഇവാലുവേറ്റ് ചെയ്യത്തില്ലേ എന്നുള്ളത്. അത് എസ്സേ ആണെങ്കിലും അല്ലെങ്കിൽ സമ്മറൈസ് സ്പോക്കൺ ടെസ്റ്റ് ആണെങ്കിലും എന്ത് ടാസ്ക് ആണെങ്കിലും ഒരു ഫിക്സഡ് സമയമുള്ള എല്ലാ ടാസ്കുകളും ഇല്ല. അതായത് എസ്സേ, സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്, സമ്മറൈസ് സ്പോക്കൺ ടെസ്റ്റ്, പിന്നെ ഏത് ടാസ്ക് ആണെങ്കിലും നമ്മൾ എവിടം വരെയാണോ ചെയ്ത് നിർത്തിയത് അതിപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പായിപ്പോയി, അതായത് ടൈം തീർന്നു പോയാലും നമ്മൾ എവിടം വരെയാണോ എഴുതിയത് അവിടം വരെ ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ആവും ആൻഡ് അത് ഇവാലുവേറ്റ് ചെയ്യും. അടുത്തൊരു സംശയമാണ്, കട്ട് കോപ്പി പേസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. കട്ട് കോപ്പി പേസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ പ്രത്യേകിച്ച് എസ്സേക്കും സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിനും ഒക്കെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിനൊക്കെ ആ പാസേജിൽ നിന്ന് നമുക്ക് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾക്ക് അവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ടാവുമല്ലോ, ആ ബോക്സിൽ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അതിൽ നിന്ന് നമുക്ക് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട്. പിന്നെ അടുത്തൊരു സംശയമാണ്, ഓരോ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കണോ, അതോ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമോ? ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പീക്കിങ്ങിൻ്റെ ഒരു ടാസ്ക് വെച്ച് ബാക്കി എല്ലാ ടാസ്കിനും 40 സെക്കൻഡ് ആയിരിക്കും സമയമുള്ളത്. അപ്പം നിങ്ങളൊരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 35 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ആ ടാസ്ക് ചെയ്ത് തീർത്തുവെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് അടിച്ചു പോകും. മനസ്സിലായില്ലേ? അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഓട്ടോമാറ്റിക്കലി കഴിഞ്ഞു, അത്രയും സമയം കഴിഞ്ഞുവെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഓട്ടോമാറ്റിക്കലി വരും. സോ നമുക്കവിടെ നെക്സ്റ്റ് ബട്ടൺ ഉണ്ടാവും. സോ നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് വേണം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാനായിട്ടുള്ളത്. പിന്നെ അടുത്തൊരു സംശയമാണ്, മൈക്ക് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുമോ എന്നുള്ളത്. നേരത്തെ ഒരു കാലം വരെയും നമുക്ക് വൺസ് മൈക്ക് സ്റ്റാർട്ട് ഓൺ ആയി കഴിഞ്ഞ് 3 സെക്കൻഡ് വരെ നമ്മൾ സംസാരിച്ചിട്ടില്ല എങ്കിൽ മൈക്ക് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുമായിരുന്നു. പ്രത്യേകിച്ച് റിപ്പീറ്റ് സെൻറ്റൻസിനൊക്കെ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പം നമ്മൾ മൈക്ക് ഓണായിട്ട് 3 സെക്കൻഡ് വരെ നമ്മൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുമായിരുന്നു. പക്ഷേ ഇപ്പം അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നും പറഞ്ഞ് നിങ്ങൾ മൈക്ക് ഓണായി കഴിഞ്ഞിട്ട് നിങ്ങൾ 10 സെക്കൻഡൊക്കെ മിണ്ടാണ്ടിരിക്കരുത്. ഈ ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 3 സെക്കൻഡ് എന്നുള്ള സാധനം തന്നെ മനസ്സിൽ വെച്ചിട്ട് തന്നെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. സോ നമ്മുടെ ഹെഡ്ഫോണിൽ ബീപ്പ് സൗണ്ട് കേട്ടു റെക്കോർഡിംഗ് ബാർ മൂവ് ആവുന്നു എന്ന് കണ്ടാൽ ആ മൊമെൻറ്റ് തൊട്ട് തന്നെ നിങ്ങൾ സംസാരിച്ച് തുടങ്ങുക. അല്ലാതെ റെക്കോർഡിംഗ് ബാർ സ്റ്റാർട്ട് ആയിട്ടാകരുത് നിങ്ങൾ എന്തൊക്കെ പറയണം എന്ന് ആലോചിക്കുന്നത്. പിന്നുള്ളൊരു സംശയമാണ്, ഓരോ ഓഡിയോയുടെയും വോളിയം കൂട്ടാനും കുറയ്ക്കാനും പറ്റുമോ എന്ന്. അപ്പം നേരത്തെയൊക്കെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ അകത്തും പ്രത്യേകിച്ച് ലിസണിങ് വരുന്ന ടാസ്കുകൾക്ക് ഓരോ ക്വസ്റ്റ്യനും വോളിയം കൂടുകയും കുറയുകയും ചെയ്യുമായിരുന്നു. വോളിയം കൂടിയിട്ട് അല്ലെങ്കിൽ കുറഞ്ഞിട്ടൊക്കെ ആയിരുന്നു നമുക്ക് ഓഡിയോസ് വരുന്നത്. അപ്പം നമുക്ക് അവിടെ തന്നെ ഒരു ബാർ ഉണ്ടായിരുന്നു, അതിൻ്റെ നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും പറ്റിയ ഒരു വോളിയം ബാർ ഉണ്ടായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി ഞാൻ എക്സാം എഴുതി വെക്കേണ്ട ഏറ്റവും ആദ്യം നമ്മളൊരു വോളിയം ബാർ എല്ലാം ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും. ആ ഒരു ഇതിൽ തന്നെയാണ് പിന്നീടുള്ള ഓഡിയോസും കേൾക്കുന്നത്. നമുക്കവിടെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഒരു ബാർ ഉണ്ട്. പക്ഷേ എക്സാമിൻ്റെ ഇടയിൽ ഇപ്പം അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള സമയം കൂടെ നഷ്ടപ്പെട്ടു. സോ ഏറ്റവും ആദ്യം തന്നെ അത് സെറ്റ് ചെയ്ത് വയ്ക്കാം. അതേപോലെ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ സംശയങ്ങളും ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് PTയുടെ ഓൺലൈൻ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.